ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതേ വാടാനപ്പള്ളി പഞ്ചായത്തിലെ ബീച്ച് റോഡിലാണ്. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം റോഡ്, തകർന്ന് കിടക്കുന്ന റോഡ് മാത്രമല്ല, തകർന്ന് വീണ് കിടക്കുന്ന ഒരുപാട് തെങ്ങുകളും മരങ്ങളും കല്ലുകളും. ഇവിടെ എന്തോ ഒരു വലിയ ഭൂകമ്പം നടന്ന പോലെയോ അല്ലെങ്കിൽ വലിയൊരു ഉരുൾപൊട്ടൽ നടന്ന പോലെയോ ഒക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ എല്ലാം തകർന്ന് കിടക്കുന്നത് കാണാം. ഇതാ റോഡെല്ലാം ഇടിഞ്ഞ് താഴ്ന്ന് പോയിരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാം. ദാ ഇങ്ങനെ വരുന്നൊരു റോഡ്, നല്ല രീതിയിൽ വരുന്നൊരു റോഡ് ഇവിടെ നിന്ന് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ കുറേ തെങ്ങുകൾ വീണ് കിടക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയാലും കുറേ സ്ഥലത്ത് റോഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഇവിടെ വർഷങ്ങളായിട്ട് തുടരുന്ന കടലാക്രമണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ചിത്രമാണ് കേട്ടോ ഈ കാണുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെയും വാടാനപ്പള്ളി പഞ്ചായത്ത്, അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലൊക്കെ കടലാക്രമണം വളരെയധികം രൂക്ഷമാണ്. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീടുകൾ അവിടെ നഷ്ടപ്പെട്ടു. 30-ലധികം വീടുകൾ അവിടെ കടലിൽ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവിടെ വാടാനപ്പള്ളി പഞ്ചായത്ത്, അവിടുത്തെ ഏകദേശം തീർന്നു. അതായത് അവിടുത്തെ വീടുകളെല്ലാം ഏകദേശം തീർന്നു. ഇപ്പോൾ വീടുകളുള്ളത് ഇവിടെയാണ്. കടലിൻ്റെ അടുത്ത് ഏറ്റവും അധികം വീടുകളുള്ളത് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങൾ വെച്ച് നോക്കുമ്പോൾ വാടാനപ്പള്ളി പഞ്ചായത്ത്. ഈ വാടാനപ്പള്ളി പഞ്ചായത്തിൽ എവിടെയൊക്കെ ഒരുപാട് വീടുകളുള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ കടലാക്രമണം അതിരൂക്ഷമായിട്ടുള്ളത്. ജനങ്ങളുടെ ഒരുപാട് കാലത്തെ ആവശ്യമാണ് ഇവിടെ സംരക്ഷിക്കണം എന്നുള്ളത്. പക്ഷേ ഇവിടെ സംരക്ഷിക്കാനായിട്ട് യാതൊരു നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ലാതെ ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ പുതുതായിട്ട് റീടാറിങ് ചെയ്ത ലക്ഷങ്ങൾ മുടക്കി റീടാറിങ് ചെയ്ത റോഡടക്കം തകർന്നു പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ തകർന്ന് കിടക്കുന്നുണ്ടോ? ഇപ്പോൾ കടലിൽ ഇറക്കമാണ്, ഏറ്റമായിട്ടില്ല. ഏറ്റം ഏകദേശം ഉച്ച കഴിയും ഏറ്റമാവാൻ. ഇപ്പോൾ സമയം 12 മണി 11:45 കേട്ടോ. ഇപ്പോൾ സമയം 11:45. ഉച്ച കഴിഞ്ഞ് 2-2:30 ആവും പൂർണ്ണമായിട്ടും നല്ല ഏറ്റമാവും, വേലിയേറ്റമാവാൻ. അപ്പോൾ ഇതിനേക്കാളും ഭീകരമായിരിക്കും ഇവിടുത്തെ അവസ്ഥ. എനിക്കിവിടെ നിന്നിട്ട് ഇതുപോലെ സംസാരിക്കാനൊന്നും കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ കാഴ്ചകളൊന്ന് കാണിക്കാൻ വേണ്ടി വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ കുറച്ചുകൂടിയും നമുക്ക് വ്യക്തമായിട്ട് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സമയത്ത് തന്നെ വന്നത്. ഇവിടെ നിന്ന് നേരെ അങ്ങ് പോയി ഈ ഒരു റോഡ് നേരെ ചെന്ന് വാടാനപ്പള്ളി ബീച്ചിലേക്ക് കയറിയിരുന്നതാണ്. വാടാനപ്പള്ളി ബീച്ച്, ചിലങ്ക ബീച്ച്, അതുപോലെ എടശ്ശേരി ബീച്ച്, അതുപോലെ നമ്മുടെ ഓഹോ ബീച്ച് എന്നറിയപ്പെടുന്ന തമ്പാങ്കടവ് ബീച്ച്, അതിൻ്റെ അപ്പുറം സ്നേഹതീരം, ഇതിലേക്ക് നേരെ പോയിരുന്നൊരു റോഡാണിത്. അപ്പോൾ ആ ഒരു റോഡാണ് ഇങ്ങനെ തകർന്ന് കിടക്കുന്നത്. അതുപോലെ ഈ ഒരു റോഡ് ചേറ്റുവ അഴിമുഖം വരെയും പോയിരുന്ന റോഡാണ് മുമ്പ്. പക്ഷേ ഇപ്പോൾ ആ കണക്ടിവിറ്റികളെല്ലാം നഷ്ടപ്പെട്ടു. ഇതുപോലുള്ള കണക്ടിവിറ്റികളെല്ലാം നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതായത് റോഡുകൾ, നല്ല രീതിയിൽ റോഡുകളെല്ലാം പണിത് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കടൽ വന്ന് ഇതെല്ലാം തകർത്തുകൊണ്ടിരിക്കുക. പക്ഷേ തകർക്കുന്നതിനനുസരിച്ച് വേറെ എന്തെങ്കിലും അതിനെ സംരക്ഷിക്കാനോ ഒന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരോ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നാട് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഈ വാടാനപ്പള്ളി പഞ്ചായത്ത്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത്, ഞാൻ ഇപ്പോൾ ഈ 2 പഞ്ചായത്തുകളെ മാത്രം എടുത്തു പറയാൻ കാരണം എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന കാര്യം, എനിക്ക് നേരിട്ട് കാണുന്ന ഞാനടക്കമുള്ള ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റു പലയിടത്തും കടലാക്രമണം ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ നാടിനെ കുറിച്ച് ഞാൻ പറയുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ ഈ നാടിൻ്റെ തീരദേശം ശരിക്കും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ? ഇവിടെ ഈ കെടുക്കുന്ന കല്ലുകളുണ്ടല്ലോ, ഇപ്പോൾ ചെറിയ കല്ലുകൾ, അതായത് നമ്മൾ ഗാർഡനിങ്ങിനും ഒക്കെ ഭംഗിയിലൊക്കെ അലങ്കരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള ഉരുണ്ട കല്ലുകൾ, അതുപോലെ പല ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. എന്നാൽ ഈ കല്ലുകൾ, ഇതുപോലത്തെ കല്ലുകൾ ഇവിടെ കൊണ്ടിട്ടതൊന്നുമല്ല കേട്ടോ. പണ്ട് കാലത്ത് കടൽ ഭിത്തിക്ക് വേണ്ടി വലിയ കടൽ ഭിത്തിയുടെ കല്ലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല സൈസുള്ള കല്ലുകളായിരിക്കും. ആ വലിയ കല്ലുകൾ കൊണ്ടിട്ട് ഉണ്ടാക്കിയിരുന്ന കടൽ ഭിത്തിയാണ് ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിലൊക്കെ ആയി കിടക്കുന്ന കല്ലുകൾ. ഇപ്പോൾ ഒരാൾക്കെടുത്ത് പൊക്കാവുന്ന വലുപ്പത്തിലുള്ള കുഞ്ഞു കല്ലുകളായിട്ടിതാ. ഇത് ഈ ഒരു കല്ലൊക്കെ നോക്കിയേ, ഈ ഒരു കല്ല് കണ്ടോ? നല്ല ഉരുണ്ട് നല്ല ഷേപ്പായിട്ടുള്ളൊരു കല്ല്. പക്ഷേ ഈ ഒരു കല്ല് നല്ല വലുപ്പമുള്ള കല്ലായിരുന്നു. അതിങ്ങനെ കടലിൽ കിടന്ന്, അതായത് കടൽ ഭിത്തി തകർന്നതിന് ശേഷം ഇവിടെ കിടന്ന് ഇങ്ങനെ തിരമാലകളിൽ പെട്ട് ഉരുണ്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലായി മാറിയതാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് കല്ലുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം മുമ്പത്തെ കടൽ ഭിത്തിയുടെ കല്ലുകളാണ്. എന്നാൽ കടൽ ഭിത്തി ഇപ്പോൾ ടെക്നോളജി എല്ലാം വളരെയധികം മാറി. പല രാജ്യങ്ങളും, നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലത്തും കടൽ ഭിത്തി നല്ല രീതിയിലൊക്കെ നിർമ്മിക്കുന്നുണ്ട്, ടെട്രാപോഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്. നമ്മൾ കടലാക്രമണത്തിനെ കുറിച്ച് അല്ലെങ്കിൽ തീരസംരക്ഷണത്തിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം പറയുന്ന ഒരു വാക്കാണ് ചെല്ലാനം എന്നുള്ളത്. ചെല്ലാനമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു
ഉദാഹരണം എന്ന് പറയുന്നത്. കാരണം തീരത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ചെല്ലാനം നോക്കൂ എന്നാണ് നമ്മളെല്ലാവരും പറയാം അല്ലേ? അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചെല്ലാനം നോക്കൂ, ചെല്ലാനം സംരക്ഷിക്കപ്പെട്ടു. ചെല്ലാനം മാത്രം സംരക്ഷിക്കപ്പെട്ടാൽ മതിയോ? കേരളത്തിൻ്റെ തീരദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ വരുന്ന തീരദേശമാണ്? അതിൽ ചെല്ലാനത്തെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രം സംരക്ഷിക്കപ്പെട്ടാൽ മതിയോ? ചെല്ലാനം സംരക്ഷിക്കപ്പെട്ടത് നല്ല കാര്യം തന്നെ, അതിനാൽ കുറച്ച് കാണിക്കുന്നില്ല. അത് വളരെ നല്ലൊരു, വളരെ എടുത്തു കാണിക്കാവുന്ന ഒരു വികസനം തന്നെയാണ്. എന്നാൽ ചെല്ലാനം മാത്രം സംരക്ഷിക്കപ്പെട്ടാൽ പോരാ, ഇതുപോലെയുള്ള ഒരുപാട് ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതും കൂടെ സംരക്ഷിക്കപ്പെടണം. ഈ പൈപ്പുകളൊക്കെ നോക്കിയത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണ്. ആ റോഡിൻ്റെ അടിയിൽ കൂടെ പോയിരുന്ന പൈപ്പ് ലൈനാണ് ഇവിടെ കിടക്കുന്നത്, കാണുന്നത് മുമ്പത്തെ പൈപ്പ് ലൈനാണ്. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് ഇടിഞ്ഞ് വീഴും. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല, എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകാൻ വേണ്ടി ഇറങ്ങി കാണിക്കേണ്ട സ്ഥലങ്ങൾ ഇറങ്ങി തന്നെ കാണിക്കണം. കണ്ടോ, ഈ കാണുന്നത് ഇതിലെ പോയിരിക്കുന്ന പൈപ്പ് ലൈനാണ് കേട്ടോ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ റോഡിൻ്റെ അടിയിൽ കൂടെ പോയിരിക്കുന്നത് റോഡാണ് ഈ കാണുന്നത്. ഇത് വർഷങ്ങളായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള റോഡാണ്. കണ്ടോ, ഉയരം ഇത്രയും ഉയരത്തിൽ ചരലിട്ടിട്ടുണ്ട്. അതിന് മുകളിലാണ് കല്ലും ടാറിങ്ങൊക്കെ വരുന്നത്. അതായത് ഇത് വർഷങ്ങളായിട്ട് കടൽ വന്ന വരവ് കണ്ട ശ്രദ്ധിച്ചിട്ടിങ്ങനെ പണി കിട്ടും. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള റോഡാണ്. അതിങ്ങനെ ഓരോ വർഷവും അത് ബിൽഡ് ചെയ്ത് ഓരോ വർഷമല്ല, കാലങ്ങൾ കൂടുമ്പോൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഇങ്ങനെ വലുതാക്കി എടുത്തതാണ്. ഹൈറ്റ് കൂടി വന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റോഡാണ് ഇപ്പം ഇങ്ങനെ തകർന്നു പോയിരിക്കുന്നത്. ഇതിൻ്റെ ടാറിങ് നോക്കിയേ, ടാറിങ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇത് പുതിയ ഇപ്പം ടാർ ചെയ്തിട്ടുള്ള ടാറിങ്ങാണ്. ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിക്കാം. ഇത് കണ്ടോ, ഇത് ഇപ്പം ചെയ്തിട്ടുള്ള പുതിയ ടാറിങ്ങാണ്. അപ്പോൾ അതെല്ലാം ഇന്ന് നശിച്ചു പോയി. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല റോഡായിട്ട് നിങ്ങൾക്ക് കാണാം. നല്ല മനോഹരമായിട്ടുള്ള റോഡ്, തീരദേശ റോഡ്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. തീരദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഭയങ്കര കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. പച്ചത്തെങ്ങുകളും അതുപോലെ അതിൻ്റെ ഇടയിലൂടെ ഈ കറുത്ത റോഡും ഒക്കെ കാണുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത് മറ്റാരും അനുഭവിക്കാത്ത വിധമുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ വീടുകളുടെ കാര്യം. ഈ റോഡിൻ്റെ മറുവശത്താണ് ഇപ്പോൾ വീടുകളുള്ളത്. ഇപ്പുറത്തെ സൈഡിലും വീടുകളുണ്ടായിരുന്നു കേട്ടോ. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും, അതായത് ഇത് കഴിഞ്ഞിട്ട്, ഈ റോഡ് കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരം അങ്ങോട്ടുണ്ടായിരുന്നു കടലിലേക്ക്. അതെല്ലാം പോയി. ഇതെല്ലാം ഓൾറെഡി പോയതാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്ന വീടുകൾ. ഇതൊക്കെ ഓൾറെഡി പോയ വീടുകളാണ് കേട്ടോ. അപ്പോൾ ഇനി പോകാനുള്ളത്, അല്ലെങ്കിൽ പോകാൻ പോകുന്നത് റോഡിനപ്പുറത്തുള്ള വീടുകളാണ്. അപ്പോൾ ആ റോഡുകളും കൂടെ പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കടലിൻ്റെ പോക്ക്. ഞാൻ മുമ്പത്തെ വീടുകളുടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടെ മുമ്പുണ്ടായിരുന്ന വീടുകൾ, ആദ്യം ഉണ്ടായിരുന്ന വീടുകളാണ്. അതിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കാണാം. ഇത് കണ്ടോ, ഇത് വീടായിരുന്നു. അതിന് ശേഷം ഇതെന്തോ ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാണ് തോന്നുന്നത്. അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറുന്നത് റിസ്ക് ആണ്, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറുന്നു നോക്കാം. അത്രയും മനോഹരമായിട്ട് നിർമ്മിച്ചിരുന്ന ഒരു സംഭവമാണ്. ഇതാ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇപ്പോൾ കയറാം. എല്ലാം തകർന്നു പോയിട്ടാ. എനിക്ക് പുറകിൽ കാണുന്ന ഈ വീടുകളെല്ലാം റോഡിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഉണ്ടായിരുന്നതാണ്. റോഡിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഉണ്ടായിരുന്ന വീടുകൾ. എന്നാൽ ആ വീടുകൾക്ക് പുറകിലും ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഇവിടെ കടൽ. എന്നാൽ ഇപ്പോൾ ഈ വീടുകളെല്ലാം കടൽ തകർത്ത് കളഞ്ഞു. ഇനി ഈ നിൽക്കുന്ന സ്മാരകങ്ങൾ എന്ന് പറയുന്ന പോലെ ഈ നിൽക്കുന്ന ഇതിൻ്റെ സ്കെലിട്ടൺസ് മാത്രമേ നമുക്ക് ബാക്കി ഇവിടെ കാണാനുള്ളൂ. ഇനി അതിൻ്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റോഡാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ റോഡാണ്. ആ റോഡിനപ്പുറത്ത് വേറെ വീടുകളുണ്ട്. വളരെ കാലം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒരുപാട് കാലം ആളുകൾ താമസിച്ചിരുന്ന വീടുകളുമൊക്കെയാണ് ഇങ്ങനെ തകർന്നു പോയിട്ടുള്ളത് കേട്ടോ. അവിടെ
അപ്പോൾ ഈ റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് ഉണ്ടായിരുന്നതാണ്. അത് മുന്നേ പോയതാണ് കേട്ടോ, കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് മുന്നത്തെ വർഷമൊക്കെ ആയിട്ട് പോയതാണ്. അതിന് ശേഷം കടൽ ഭിത്തി ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് വീടുകളും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ പുതിയ കടൽ ഭിത്തിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്, കാരണം അത്യാവശ്യം സേഫായിട്ടാണ് ഈ കടൽ ഭിത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കടലാക്രമണം അത്ര കാര്യമായിട്ടില്ല. പക്ഷെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന കടൽ ഭിത്തി ഒരു കഷ്ണം അവിടെ നിന്നിരുന്നത് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് നന്നായിട്ട് കടൽ കയറുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സേഫായി എന്ന് പറയാറായിട്ടില്ല, എന്നാലും ഇതുപോലെയെങ്കിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവിടെ കുറച്ച് കാലമെങ്കിലും പിടിച്ച് നിൽക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇത് മുമ്പ് ഉണ്ടായിരുന്ന പഴയ കടൽ ഭിത്തി, ഇതിപ്പോൾ പുതുതായിട്ടുണ്ടാക്കിയ പുതിയ കടൽ ഭിത്തി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ് കേട്ടോ. ഇവിടെ എല്ലാം കംപ്ലീറ്റ് മൂടിപ്പോയതാ. തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് കണ്ടോ, വീടുകളുണ്ട്. ആ വീട്ടിലേക്കൊക്കെ വെള്ളം കയറുന്നൊരവസ്ഥയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്ന് വീഡിയോ എടുത്തപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ് ഈ താൽക്കാലിക കടൽ ഭിത്തി. 4-5 ലക്ഷം രൂപ മുടക്കിയിട്ട് കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഇട്ടിട്ടുള്ള താൽക്കാലിക കടൽ ഭിത്തി. അതായത് ഇവിടുത്തെ ജനങ്ങളുടെ വായടപ്പിക്കാൻ, അല്ലാതെ കടലാക്രമണത്തിനെ ചെറുക്കാനല്ല, ഇവിടുത്തെ ജനങ്ങളുടെ വായടപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ താൽക്കാലിക കടൽ ഭിത്തി. അതൊരിക്കലും നിൽക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കല്ലടുക്കിയിട്ടുള്ളത് പോലും ശരിയല്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, ആ സാധനമൊക്കെ അങ്ങോട്ട് ഇടിഞ്ഞ് വീണു, കണ്ടില്ലേ? ഒരാഴ്ച കൊണ്ട് 4 ലക്ഷം രൂപ. 4 ലക്ഷം എന്നാണ് ഞാൻ കേട്ടത്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. 4 ലക്ഷം രൂപ എന്നാണ് ഞാൻ കേട്ടറിഞ്ഞ അറിവാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുണ്ടാക്കിയ താൽക്കാലിക കടൽ ഭിത്തി തകർന്ന് വീണു, തകർന്ന് പോയി. ഒരാഴ്ച കൊണ്ട് ഇത്ര ലക്ഷം രൂപ കടലിൽ കിടക്കുന്ന കിടപ്പ് കണ്ട. ഇതുകൊണ്ട് ഇപ്പോൾ എന്താണ് ഉപകാരം ഉണ്ടായത്? ഇവിടെ ഇത് നടക്കില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യണം, അല്ലാതെ ഇതുപോലെ എന്തെങ്കിലും ജനങ്ങളുടെ വായടപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. ചെയ്യുന്നെങ്കിൽ അത് വൃത്തിയും വെടുപ്പുമായിട്ട് നല്ലതുപോലെ ചെയ്യണം. അല്ലാണ്ട് ജനങ്ങൾ കരയുമ്പോൾ അവരുടെ വായടപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് എന്താ കാര്യം? ഇത് തകർന്നു പോയി, ഇനി ഇതുകൊണ്ട് കാര്യമില്ല. ഇനി ഇവിടെ കുറച്ച് നിൽക്കുന്നുണ്ട്, അതും അടുത്ത ദിവസങ്ങളിൽ തകർന്ന് അങ്ങോട്ട് പോകും. പിന്നെ ഒന്നും പറയാനില്ല. അതാ ഈ റോഡിലേക്ക് വെള്ളം കയറും, അത് കഴിഞ്ഞ് റോഡിൻ്റെ അപ്പുറത്തുള്ള വീടുകളിലേക്കും ഒക്കെ വെള്ളം കയറും, കടൽ കയറും. അങ്ങനെ ഈ നാട് ഇവിടെ ഇങ്ങനെ ഇല്ലാണ്ടായി പോകും. അപ്പോൾ ആരും ഒന്നും അറിയുന്നില്ല എന്ന് നടിച്ച് ഉറക്കം നടിക്കുകയാണ് എല്ലാവരും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എപ്പോഴേ ചെയ്യേണ്ട കാര്യമായിരുന്നു. ചെല്ലാനത്ത് ചെയ്തു എന്ന് പറഞ്ഞിരിക്കാതെ ചെല്ലാനം മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലും ഇത് ചെയ്യാനുള്ളൊരു നടപടി ഉണ്ടാവണം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം അത്രേ പറയുന്നുള്ളൂ. ഈ ജനങ്ങളുടെ ദുരിതം ഞാനിതിൽ ഇത്രയും പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിത് ഒരു പുറത്തുനിന്ന് വന്നിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാളല്ല. എൻ്റെ നാട് ഏങ്ങണ്ടിയൂർ, ഇതിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്ത്. എൻ്റെ നാടിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്, എൻ്റെ വീടിൻ്റെ അവസ്ഥയും ഇത് തന്നെ. നാളെ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് തൊണ്ട കീറി ഇങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ഇതൊരു പുറത്തു നിന്ന് വന്നിട്ട് ഇവിടുത്തെ ദുരിതം കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ വരുന്നൊരു വ്ളോഗറൊന്നുമല്ല ഞാൻ. അപ്പോൾ ശരി, എന്തായാലും നിർത്തട്ടെ, ബൈ.